വഹാബിസം ഇസ്ലാമിന്റെ ആത്മീയ രംഗങ്ങളെ മുഴുവൻ ശിർക്ക് വിളിച്ച് മതത്തിന്റെ കുപ്പായമിട്ടു കടന്നുവന്ന ഭൗതികവാദം. മുസ്ലിങ്ങളുടെ തനത് വിശ്വാസാചാരങ്ങളെ മുഴുവൻ തകർത്തെറിയാൻ സാമ്രാജ്യത്വം മെനഞ്ഞെടുത്ത കുറുക്കുവഴി. ഇത്രയും കാലം പാവപ്പെട്ട മുസ്ലിങ്ങളെ മുഴുവൻ മുശ്രിക്കുകളും കാഫിറുകളുമാക്കി നടന്ന മുജാഹിദുകൾക്ക് കാലം തിരിച്ചടി നൽകുകയാണിപ്പോൾ. മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു തർക്കവുമില്ലാതെ നിലനിന്നിരുന്ന തൗഹീദിന്റെയും ഇബാദത്തിന്റെയും നിർവചനങ്ങൾ സുന്നികളെ മുസ്ലിക്കാക്കാൻ വേണ്ടി അപകടകരമായ മാറ്റത്തിന് വിധേയമാക്കുകയാണ് കേരള വഹാബിസം ചെയ്തത്. 1973 ജൂലൈ ലക്കം സെൽസബിയിൽ ഇബാദത്തിന് നിർവചനം നൽകിയത് കാണുക. അദൃശ്യമായ മാർഗത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയക്കുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കുകയും വന്ദിക്കുകയും ചെയ്യലാണ് ആരാധന, ഇബാദത്ത്. മഹാരഥന്മാരായ അംബിയായിൽ നിന്നും ഔലിയായിൽ നിന്നും അവർക്ക് അള്ളാഹു നൽകിയ മോചിതത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹായം തേടുന്നതിനെ ശിർക്കാക്കാൻ വേണ്ടിയായിരുന്നു വഹാബികൾ തൗഹീദിന്റെ നിർവചനത്തിൽ ഈ ക്രൂരമായ കൈക്കടത്തൽ നടത്തിയത്. അതിനുവേണ്ടി അവർ പല ഹദീസുകളെയും ആയത്തുകളെയും ദുർബലമാക്കുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്തു. സത്യങ്ങളെ പരിഹസിച്ചു തള്ളി. ഇന്ന് വഹാബിസം പിളർന്ന് രണ്ടു കഷ്ണമായപ്പോൾ ആരുടെ തൗഹീദാണ് ശരിയെന്നതിനെ ചൊല്ലി തെരുവോരങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. മഹാന്മാർ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ 1000 വട്ടം മുശ്രിക്കാകുമെന്ന് പറഞ്ഞ ഇവർ ഇപ്പോൾ ജിന്നും പിശാചും നമ്മുടെ സഹായികളാണെന്നും നമുക്ക് അവരുടെ സപ്പോർട്ട് ആവശ്യമാണെന്നും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അവരാണെന്നും തുറന്നു പറയുകയാണ്. കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഇൻഷാ അല്ലാഹ് പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പം റോഡിൻ്റെ അരികിലൂടെ നടക്കുന്ന നേരത്ത് ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാൻ എങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിൻ്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പോൾ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. അദൃശ്യമായ മാർഗത്തിലൂടെ ഉപദ്രവിക്കാൻ പിശാചിനാകുമെന്ന് സക്കരിയ സ്വലാഹി തുറന്നടിക്കുന്നു. അയ്യൂബ് നബിക്ക് ബാധിച്ച രോഗത്തെക്കുറിച്ച് തന്നെ ചില മുഫസ്സിരീങ്ങൾ അത് കേവലം ശാരീരികമായ രോഗമായിരുന്നില്ലെന്നും അദ്ദേഹത്തിന് തന്നെ പൈശാചികമായ രോഗമാണെന്ന് ചില ആളുകൾ പറഞ്ഞു. ഈ സൂറത്ത് സ്വാതന്ത്ര്യ 41-ാമത്തെ ആയത്തിൽ വകുരാബുദന അയ്യൂബ ഇതിനാദാ റബ്ബഹു അല്ലി മസ്സലിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്. തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, എന്നെ പിശാച് ബാധിച്ചിരിക്കുന്നു, ബിനുസ്ബിൻ വഅദാബ്, പീഡനവും അതുപോലെ ശിക്ഷയും അവശതയുമായി എന്നെ പിശാച് ബാധിച്ചിരിക്കുന്നു. ജിന്ന് ബാധ ഒരുതരം ഹിസ്റ്റീരിയയാണെന്നും